ഹലോ അർജുൻ സാറേ, നമ്മളെ 10ാം ക്ലാസ് എക്സാം SLC എക്സാമും കൂടെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ ഈ SLC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ടെൻഷനായിട്ട് ഒരിക്കലും പഠനത്തെ സമീപിക്കരുത്. കൃത്യമായി നിങ്ങളുടെ സിലബസിന് അനുസൃതമായ രീതിയിലുള്ള ഒരു പഠനമാണ് അവർ ചെയ്യേണ്ടത്. അതായത് കുറേ മെറ്റീരിയൽ വായിച്ച് പഠിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് എന്താണോ സിലബസ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ യഥാർത്ഥ ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ വർഷത്തേക്ക് ബോർഡ് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്ത് പഠിച്ച് ഏകദേശം കുട്ടി നിലയിൽ പഠനം ഏതുവരെ എത്തിയെന്ന് മനസ്സിലാക്കുക. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആ കുട്ടി ഇതുവരെ പഠിച്ചു എന്ന് മനസ്സിലാക്കാനും ഒപ്പം ഇനി എന്തെല്ലാം പഠിക്കണം, അഡീഷണലായിട്ട് പഠിക്കണം എന്ന് മനസ്സിലാക്കാനാണ് സാറേ അത് ചെയ്യാൻ നമുക്ക് പറയുന്നത്. ഇപ്പോൾ സാറിനൊക്കെ അറിയാം, അത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് തന്നെ ഓരോ കുട്ടികളും ബോർഡ് എക്സാമിലും ഇന്നത്തെ കാലത്ത് പെർഫോമൻസ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി പഠിക്കുന്നില്ല, പഠിക്കുന്ന രീതികളുടെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒക്കെ, ഫിസിക്സ് മാത്സ് ഒക്കെ ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പോഴാണല്ലോ അത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഴത്തിൽ ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ പേരൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കുട്ടികളായിക്കോട്ടെ, പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഒരിക്കലും ഒരു അടിച്ചേൽപ്പിച്ചുള്ള പഠനമാവരുത്, കമ്പാരിസൺ ചെയ്തിട്ടുള്ള പഠനമാവരുത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടി നിന്നേക്കാൾ നന്നായി പഠിക്കുന്നുള്ള അങ്ങനെയൊന്നും ചോദ്യങ്ങളൊന്നും കുട്ടികളോട് പാടില്ല. അങ്ങനെയൊക്കെ കുട്ടികളെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അച്ഛനമ്മമാരായിക്കോട്ടെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കുട്ടികളുടെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് കുട്ടികളുടെ ഫ്യൂച്ചറിനെ മാറും ചെയ്യും. അപ്പം എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം. സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ ഈ ഒരു കുട്ടികളെ കാട്ടിൽ അധ്യാപകരും പേരൻസും ശരിയായ രീതിയിലാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ശരിക്കും ഒരു ചിട്ടയായ പഠന രീതി അവർക്കൊരു കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു അടുത്ത എക്സാമിലേക്ക്, ഇപ്പം നമ്മളിപ്പം ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് അടുത്ത SLC എക്സാം വരുന്ന ഡേറ്റ് വരെയുള്ള ഓരോ ദിവസത്തെ കാര്യങ്ങളും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി വേണം കുട്ടികൾ പഠിക്കാൻ. ഫസ്റ്റ് വേണ്ടത് സാറ് പറഞ്ഞ കറക്റ്റാണ്, പ്ലാൻ വേണം നമുക്ക് മക്കളെ. പ്ലാൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഒന്നും നടക്കില്ല. ആ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓരോ ദിവസവും എത്രത്തോളം സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്യേണ്ടതാണ്? ഒരു 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാമിന് സമീപിക്കുന്ന കുട്ടികളോട് എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ് സാറിന് തോന്നിയിട്ട്? അതായത് ഓരോ ദിവസവും എത്ര മണിക്കൂർ വെച്ച് നമ്മളൊരു ആഴ്ചയിൽ ഒരു 1 വീക്ക് പ്ലാൻ ആദ്യം സെറ്റ് ചെയ്യുക. ഓരോ ദിവസം എത്ര മണിക്കൂർ വെച്ച് കുട്ടിക്ക് പഠിക്കാൻ പറ്റും അത് കൃത്യമായിട്ട് ഇത്ര. അതായത് കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ടു ഡിഫിക്കൽട്ടിലേക്ക് വരിക. എപ്പോഴും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ച് കോൺഫിഡൻസ് ലെവൽ, ഇപ്പം മാത്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ ആദ്യം കവർ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. കാരണം കുട്ടികൾ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ് നഷ്ടം. ശരിയാണ് സാർ, സാർ വളരെ കറക്റ്റാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് +1 +2 ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാനുള്ളതെന്നാണ് പലരും ചോദിക്കുന്നത്. എന്താണ് ഈ മാത്സിൻ്റെ ആവശ്യകത? അപ്പോൾ ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ ചോദിക്കും ഈ ട്രിഗ്നോമെട്രി ജീവിതത്തിൽ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടികളൊരു പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ തെറ്റായ രീതിയിൽ ഇതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ ആയിരിക്കാം കുട്ടികൾക്ക് ഇതിനെ ചോദിക്കാൻ, ജീവിതത്തിൽ എവിടെയാണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ മക്കളെ, നിങ്ങളിത് കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ് ആയിക്കോട്ടെ 10ാം ക്ലാസ് ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്, അല്ലേ സാർ? നിങ്ങൾ +1ലേക്ക് അല്ലെങ്കിൽ +2ലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്ന അല്ലെങ്കിൽ ജീവിതം മാറാൻ പോകുന്ന ഒരു എൻട്രൻസിലേക്കും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്കുമുള്ള ചുവടുവയ്പ്പാണ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും. അത് ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ ബോർഡ് ആയിക്കോട്ടെ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പിന്നെ രക്ഷിതാക്കൾ, ഇത് കാണുന്ന വീഡിയോ കാണുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത്, കുട്ടികളെ ഒരിക്കലും ചീത്ത പറയുകയും പഠിക്കാത്തതിൻ്റെ പേരിൽ വല്ലാതെ വഴക്ക് പറയുകയും ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? പേരൻസ് ശ്രമിക്കണം. ഒരു പരിധി വരെ പേരൻസ് തന്നെ ആയിരിക്കും പഠിക്കാതിരിക്കാനും കാരണം, ശരിയല്ലേ? പല പേരൻസും നമ്മളോട് ഇപ്പോൾ പറയുന്നത്, സാറേ കുട്ടി പഠിക്കുന്നില്ല, കുറെ തല്ല് കൊടുക്കുന്നുണ്ട്, കുറെ ട്യൂഷൻ കൊണ്ട് ചേർക്കുന്നുണ്ട്. സാറിന് എന്താ തോന്നിയിട്ടില്ല? അതൊക്കെ ചെയ്യുന്ന വല്ല ശരി തോന്നിയിട്ടുണ്ടോ? അല്ല, കുട്ടികളെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും വർദ്ധിപ്പിക്കുക. എന്താണ് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ഈ പ്രശ്നം മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ കുട്ടികളെ കുറ്റം പറയേ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോഴും ചെയ്യേണ്ടത് മക്കളെ ചേർത്ത് പിടിക്കാൻ, അല്ലേ? ചേർത്ത് പിടിക്കാനാണ് ആദ്യം അവർ ശ്രമിക്കേണ്ടത്. ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ മക്കളുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, അവരിഷ്ടപ്പെട്ട് അവരെ കൂടെ നിർത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ മാറണം. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി SLC എക്സാം വരെ പഠിച്ചിട്ട് ശരിക്കും അവർ ലൈഫിൽ എന്താണ് അവരുടെ എയിം അതൊക്കെ ഫിക്സ്
ചെയ്യേണ്ട സമയമായില്ലേ ഇനി കുട്ടികളെ 10th അതായത് സ്റ്റാൻഡേർഡ് സാറേ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് ബോർഡ് എക്സാം നല്ല രീതിയിൽ സമീപിക്കുക എന്നുള്ളതാണ്. ഈ 10ാം ക്ലാസ് ബോർഡ് എക്സാം നല്ല രീതിയിൽ സമീപിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാൽവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ഓർ +1ലേക്കാണ്. +1 കഴിഞ്ഞാൽ +2 അങ്ങനെ പോകുന്നു. അവർ സ്കൂൾ പഠന കാലഘട്ടം ഇനി 2 വർഷം കൂടി ഉണ്ടാവുള്ളൂ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കുന്നത് പറഞ്ഞാൽ വെറും ഒരു 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതി ഫുൾ A+ കിട്ടുക എന്നുള്ള ലക്ഷ്യം. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കയറുന്ന അല്ലെങ്കിൽ സയൻസ് സ്ട്രീമോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട ഒരു ഫൗണ്ടേഷനാണ് ആക്ച്വലി എന്ത് ഈ 10ാം ക്ലാസ്. കുട്ടികളുടെ ഉള്ളിലും സ്പാർക്ക് ആ സ്പാർക്ക് കണ്ടെത്തുകയാണ് ശരിക്കും രക്ഷിതാക്കളും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് ആ കുട്ടി ആ മേഖലയിലേക്ക് തിരിച്ചു വിടാനാണ് ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് ഇതാക്കണം. അല്ലാണ്ട് ഒരിക്കലും കുട്ടികളെ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ തന്നെ 2 ഐറ്റത്തിലുണ്ട്. ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്, ഹെൽത്തി അല്ലാത്ത കോമ്പറ്റീഷൻ ഉണ്ട്, അറിയാലോ. അപ്പോൾ ഈ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ ശരിയായ രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ദിശ കാണിച്ചു കൊടുക്കുന്നതാണ്. അതിനനുസൃതമായിട്ട് അധ്യാപകരും പേരൻസും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ +1 എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം. അതിലേക്ക് നമുക്ക് പറയുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. എനിക്ക് ഫ്യൂച്ചറിൽ ഇന്ന പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ഡെസിഗ്നേഷനിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. എക്സാമ്പിൾ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം. ഇപ്പോൾ ഡോക്ടർ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയിംസ്, ജിപ്മർ, AFMC തുടങ്ങിയുള്ള മെഡിക്കൽ കോളേജുകൾ. ഇപ്പോൾ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT ആവാം, NIT ആവാം, കുസാറ്റ്, ബിറ്റ്സ്, ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥാപനങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ സയൻറ്റിസ്റ്റ് ആവണം, ഐസർ, നൈസർ, IIST തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ BS, MR, 5 years മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ ശേഷം BEdോ MEdോ സെറ്റോ നെറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ കോളേജിൽ സാറേ ഈ കുട്ടികൾ ഒരു വർഷം ഈ +2 കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കൂടി ഇതിലേക്ക് റിപ്പീറ്റ് ചെയ്യാതെ അതിനൊക്കെ അവിടെയൊക്കെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ. അതാണ് ശരി. അതായത് നമ്മൾ ഈ കുട്ടികളെ കുറെ പഠിച്ചിട്ടോ കുറെ പഠിപ്പിച്ചിട്ടോ കാര്യമില്ല. ശരിയായ രീതി ശരിയായ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കണം. അത് ഈ ശരിയായ രീതിയിൽ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു +1 +2 കൊണ്ട് ചേർത്തിട്ടോ അഡ്മിഷൻ എടുത്തിട്ടോ കാര്യമില്ല സാറേ. അതെന്താണെന്നറിയോ, കുട്ടികൾക്കും അറിയില്ല, പേരൻസിനും അറിയില്ല. എല്ലാവരും ഈ ഫുൾ മാർക്കിനും ഫുൾ A+നെയും പിന്നാലെ പോവുകയാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ശരിയായ രീതി അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കണം. അത് ശരിയായ ആളുകളിൽ നിന്നായിരിക്കണം. പരസ്യത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. എത്രയോ കുട്ടികളുടെ ഭാവി സാറിന് അറിയാം, നമുക്ക് ഫോൺ കോൾ വരുന്നുണ്ട്, അവരുടെ പരസ്യം കണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു സാർ, അങ്ങനെ ചെയ്തു, ഇനി എന്താ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കതിരി കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു യഥാർത്ഥ മാർഗം ആയിട്ട് നമ്മൾ മുന്നോട്ട് വരികയാണ്. എന്താണ് ആൽഫ ജീനിയസ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ. അതായത് +1 +2നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എൻട്രൻസിന് ആവശ്യമായ കൃത്യമായ ഇൻറ്റഗ്രേറ്റഡ് കോച്ചിങ് ആണ് നമ്മുടെ ക്യാമ്പസിൽ തരുന്നത്. അത് ഹോസ്റ്റൽ ഉൾപ്പെടെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു ഹറിബറി ഇല്ലാണ്ട് നിങ്ങളെ മക്കളെ ചേർത്ത് പിടിക്കുന്ന നല്ല അധ്യാപകരുടെ ഉള്ള നമ്മുടെ ചെയർമാൻ റോജർ സാറിന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു വിദഗ്ധമായ ടീമാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ മോണിറ്റർ ചെയ്ത് കുട്ടികളെ കൃത്യമായ രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൽഫ ജീനിയസ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ കേരളത്തിൽ തന്നെ നമ്പർ 1 എന്നത് നമ്മൾ പറയുന്നതല്ല. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ റിസൾട്ട് തന്നെ അതിന് എന്ത് ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ്. അപ്പോൾ മക്കൾ സാറിന് ഒരു മൊത്തത്തിൽ ഇന്നത്തെ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് സാറിന് ഇത്രയും വർഷം എക്സ്പീരിയൻസിൽ സാറിന് എന്താണോ തോന്നിയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ? ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ഒരു സ്പാർക്ക് കണ്ടെത്തിയതിന് ശേഷം അവർ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ +1 +2 NCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ ഏത് എൻട്രൻസിനാണ്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് അവർ ആദ്യമേ ആ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ അപ്പം തന്നെ കുട്ടികൾ അത് ഫിക്സ് ചെയ്യണം. ഇപ്പം JEE ആണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക നീറ്റാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായി കുട്ടികൾ അത് പ്ലാൻ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NCERT ഓരോ ചാപ്റ്ററുകൾ പഠിക്കുന്നവർ അത് A to Z ക്ലിയർ ചെയ്ത് വേണം മനസ്സിലാക്കി കൊണ്ടുപോകണം. അതുപോലെയുള്ളൊരു ടീച്ചിങ് രീതിയായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ആൽഫ ജീനിയസ് വ്യത്യസ്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് കുറേ ബേർഡൻ ആവുന്ന തരത്തിലുള്ള പഠനങ്ങളൊന്നുമില്ല. കൃത്യമായ സമയം, സാധാരണ സ്കൂൾ ടൈമും പിന്നെ നല്ല രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകളും മാത്രം പഠിപ്പിച്ചിട്ടാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മക്കളെ നമ്മൾ വ്യത്യസ്തമാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ ബോർഡ് എക്സാം എഴുതാൻ പോകേണ്ട ടെൻഷൻ ഒന്നും വേണ്ട. വളരെ കൂളായിട്ട് നിങ്ങൾ പരീക്ഷയെ സമീപിച്ചാൽ മതി അല്ലേ. അത് കഴിഞ്ഞാൽ മക്കൾ ഒന്നുകൊണ്ട് ടെൻഷൻ വേണ്ട. ഇപ്പം തന്നെ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള +1ലേക്കുള്ള GTSE ജീനിയസ് ടാലന്റ് സെർച്ച് എക്സാം എന്ന് പറയുന്ന നമ്മളുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ചെറിയൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എല്ലാം നൽകാൻ വേണ്ടിയിട്ടാണ്. ഈ സ്കോളർഷിപ്പ് എന്തിനാണ്? നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക്
കുട്ടികൾക്ക് അവർക്ക് അർഹിച്ചൊരു അല്ലേ ഒരു റിവാർഡ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവർക്കൊരു പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ആവുന്ന തരത്തിലുള്ള ₹1 പോലും പൈസ ചെലവില്ലാതെ പഠിക്കാൻ ഒരു അവസരമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹോണറബിൾ ചെയർമാൻ ഈ വർഷം അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് റോജർ സാർ അങ്ങനെ അനൗൺസ് ചെയ്തിരിക്കുന്നത് സാറേ? അതായത് നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ₹1 പോലും ഇല്ലാതെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്കോളർഷിപ്പ് എന്ത് ചെയ്യുന്നത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന മക്കൾ എന്ത് ചെയ്യണം, GTS-ലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ അയച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും എക്സാം എല്ലാം കഴിഞ്ഞ് വീണ്ടും കാണാം മക്കളെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ഓക്കെ.